ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫേസ്ബുക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് നല്ല ഏണിങ്സ് വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് ചില സമയങ്ങളിൽ കിട്ടാറില്ല. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയവർക്ക് തന്നെ $100 മന്ത്ലി എത്തിക്കാൻ തന്നെ നമ്മൾ വളരെ കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും നമുക്കൊരു ഏണിങ്സ് കുറഞ്ഞു പോകുന്നതെന്നുള്ള കാരണങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് എത്ര ഏണിങ്സ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് ഫെബ്രുവരിയിൽ നമുക്കൊരു $1,800 ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാർച്ചിലോട്ട് വന്നപ്പോഴേക്കും ഒരു 99% കുറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഡിജിറ്റൽ ക്രിയേറ്റർ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസീസ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചൈൽഡ് അബ്യൂസ്, അതുപോലെ സെക്ഷുവാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്ന പോസ്റ്റുകളോ റീൽസുകളോ അതൊന്നും ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിങ്ക് മാത്രമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റീച്ച് അതിൽ നിന്ന് കിട്ടും. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീൽസുകൾ പോസ്റ്റ് ചെയ്യുക. അതായത് ചില ആളുകൾ വെറും കണ്ടന്റ് മാത്രം പോസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ റീൽസ് ഡെയിലി പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റീച്ച് കിട്ടാൻ സാധിക്കും. അതുപോലെ നല്ല എൻഗേജ്മെൻറ്റും കിട്ടും, നമ്മുടെ പേജിന് നല്ല വ്യൂവും കിട്ടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം കോപ്പിറൈറ്റ്. നമ്മൾ മറ്റൊരാളുടെ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മുടെ പേജിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2023, അതായത് നമുക്ക് കഴിഞ്ഞ വർഷമാണ് മോണിറ്റൈസേഷൻ കിട്ടിയത്. 2023, അതായത് നമ്മൾ ആ സമയത്ത് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കാനോ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു അങ്ങനെ ഒരു പ്രൊഫൈലായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ആ സമയത്ത് പ്രൊഫൈലിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ എന്തോ ഒരു വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് അതിനകത്ത് മ്യൂസിക് കയറി, അങ്ങനെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. അത് നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത് ഫെബ്രുവരിയിലാണ്. അതായത് 2023 പോസ്റ്റ് ചെയ്തതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് ഫെബ്രുവരിയിലാണ്. അങ്ങനെ ഞങ്ങളുടെ പേജ് മൊത്തമായിട്ട് നമ്മുടെ ഏണിങ്സ് മുഴുവൻ പോയി. അങ്ങനെയാണ് നമുക്ക് ഈ മാർച്ചിൽ ഒരു ഏണിങ്സും കിട്ടാണ്ടായത്. കാരണം നമ്മുടെ മൊത്തമായിട്ടുള്ള ഏണിങ്സ് ആണ് നമുക്ക് കട്ടായി പോകും. ഇപ്പോൾ നമ്മൾ ആർട്സ് ഓൺ റീൽസ് ആണ് നമുക്ക് പോയി കിടക്കുന്നത്. പക്ഷേ നമ്മൾ ആർട്സ് ഓൺ റീൽസ് മാത്രമല്ല, മോണിറ്റൈസേഷൻ മൊത്തമായിട്ട് പോകും. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും, പക്ഷേ ഇപ്പോഴും ലിമിറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാർച്ചിൽ ഏണിങ്സ് കുറഞ്ഞു പോയത്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ഇതിനു വേണ്ടി ചെയ്തതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്ത് തുടങ്ങിയതല്ല. പിന്നീടാണ് നമ്മൾ അതിനൊരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയിട്ട് അത് നമുക്കൊരു ഏണിങ്സിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് ഇട്ടിരുന്ന പോസ്റ്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്ന രീതിയിലുള്ള വീഡിയോസോ റീൽസോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എപ്പോഴാണ് ഇതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടിയത് 2023 കോപ്പിറൈറ്റ് ആണ് ഈ ഫെബ്രുവരിയിൽ കിട്ടിയത്. അപ്പോൾ നമുക്കത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജിലുള്ള എല്ലാ ഏണിങ്സും നമുക്ക് സസ്പെൻഡ് ആയി പോകും. നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ആ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം പോസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് മിക്സ് ചെയ്ത് പോസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ചില ആളുകളുണ്ട് ഒരു പേജ് ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പോസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ട്രാവല്, ഹെൽത്ത് ടിപ്സ്, കുക്കിംഗ് എല്ലാം കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേജിൽ നിന്നും നല്ല ഏണിങ്സ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു സബ്ജക്റ്റ് എടുക്കുക, അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അഞ്ചാമത്തെ കാര്യം, നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടു, നമ്മുടെ ഒരു ഫോളോവേഴ്സ് നമുക്ക് കമൻറ്റ് ചെയ്തിട്ട് നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ കമൻറ്റ് റിപ്ലൈ കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പേജിൻ്റെ എൻഗേജ്മെൻറ്റ് കുറയും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഫോളോവേഴ്സുമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കുക. അപ്പോൾ നമ്മുടെ പേജിന് നല്ല എൻഗേജ്മെൻറ്റ് കിട്ടും, അതുപോലെ നല്ല വ്യൂവും കാര്യങ്ങളും നമുക്ക് നല്ല ഏണിങ്സും കിട്ടും. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് നല്ല ഏണിങ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് അതൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാതെ നോക്കുക, ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസീസ് പാലിക്കുക, അതുപോലെ റീൽസുകൾ പോസ്റ്റ് ചെയ്യുക, അതുപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ഫോളോവേഴ്സിനെ എല്ലാം എൻഗേജ്ഡ് ആക്കി വെക്കുക. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടും. പിന്നെ അതുപോലെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മളൊരു സബ്ജക്റ്റ് മാത്രമേ പോസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് നല്ല ഏണിങ്സ് നമുക്ക് കിട്ടും. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപത്തെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അത്യാവശ്യം എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുക. അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം കറങ്ങി കിടക്കുന്ന ഒരു സബ്ജക്റ്റിലോട്ട് നമ്മൾ പോകരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏണിങ്സ് കുറയും. നല്ലൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, നല്ല പോസ്റ്റുകൾ ഇടുക. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഏൺ ചെയ്യാൻ സാധിക്കും.